ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കല്ലേ. ഇന്നിപ്പോൾ ഞാൻ രാവിലെ ഇന്ന് നല്ല തണുപ്പാണ് കേട്ടോ. നല്ല തണുപ്പും നല്ല മഞ്ഞും അതിനുവേ. നല്ല കോട മൂടിയ പോലെ ഉണ്ട് കേട്ടോ മഞ്ഞ് കാണാൻ. നമ്മളെ താഴെ വയലിൻ്റെ അവിടേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും ഈ ഒരു സമയത്തൊക്കെ കാണാൻ. പക്ഷേ എനിക്ക് രാവിലെ തന്നെ ഫോൺ കൊടുത്ത് അങ്ങോട്ട് പോകാൻ എനിക്ക് പേടിയാണ് കേട്ടോ. എന്താ പറഞ്ഞാൽ പട്ടികളൊക്കെ ഉണ്ടാവുമേ വയലിൽ. പിന്നെ ആരെങ്കിലുമൊക്കെ ഒന്ന് കൂടെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ആ ഒരു മഞ്ഞ് മൂടി ആ ഒരു സമയത്ത് നമ്മളെ വയലൊക്കെ വേണമെങ്കിൽ ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് കൊണ്ടുവരേനു. പക്ഷേ കൂടെ ആരെങ്കിലും ഇല്ലാതെ എനിക്ക് പോകാൻ പേടിയാണ് ഒറ്റയ്ക്ക്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പോവാണ്ട് നിന്നത്. അപ്പോൾ പിന്നെ കുട്ടികളെ മദ്രസയിലേക്കൊക്കെ ഒന്ന് പറഞ്ഞയച്ച് ഞാൻ ഒന്ന് കുറച്ച് നേരം ഒന്ന് തീയിൻ്റെ അടുത്ത് വന്ന് നിന്നതാണ് കേട്ടോ. നല്ല തണുപ്പ് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാനിന്ന് ചൂട് സ്വെറ്ററൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നതേ. തണുപ്പ് സഹിക്കാൻ പറ്റായിട്ട് എടുത്തിട്ടതാണ് കേട്ടോ. നമ്മളെ ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചൂട് വന്നാൽ പെരും ചൂടും തണുപ്പ് വന്നാൽ പെരും തണുപ്പ് വയ്ക്കും. അതാണ് കേട്ടോ നമ്മളവിടെ. അപ്പോൾ പിന്നെ ഇന്നാണെങ്കിൽ എന്നും ഇല്ലാത്തതിനെക്കാട്ടി എന്തോ ഒരു തണുപ്പും മഞ്ഞൊക്കെ. അപ്പോൾ രാവിലെ എണീച്ചപ്പോൾ ഞാൻ അതും എടുത്തിട്ടിട്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അത് തീയൊക്കെ കത്തിച്ചിട്ട് ഒന്ന് ഇക്കാക്കുള്ള വെള്ളം അടുപ്പത്ത് വെക്കുന്നുണ്ട്. ഞാൻ വീണ്ടും ആ ഒരു ചട്ടി കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 2-3 ദിവസമായിട്ട് മുന്നേ ഞാൻ ഇട്ട വീഡിയോയിൽ ഞാൻ ആ ഒരു ചട്ടീനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്ത ആളായിരിക്കാം, വല്ല ആളുകളായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണ്. നമ്മളെ സിമെൻറ്റ് ചട്ടീൻ്റെ നടുവിലൊരു ഓട്ട ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാവുക, അതുതന്നെയാണ് സാധനം. ചെമ്പിൻ്റെ അടിയിൽ മാത്രമേ കരിയാവുള്ളൂ, വല്ലാതെ മേലേക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് കേട്ടോ. 120 ഉറുപ്പ്യൊക്കെ ഉള്ളൂ അതിന്. നമ്മളെ കൈക്കോട്ട് കയറ് അങ്ങനത്തെയൊക്കെ സാധനങ്ങളുള്ള കടയിൽ നിന്നാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതൊന്ന് ജസ്റ്റ് പറഞ്ഞതാണ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് പറഞ്ഞത്. കാരണം നമ്മളോട് കമൻറ്റിലൂടെ ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിനൊരു മറുപടി നമ്മൾ എന്തായാലും കൊടുക്കണമല്ലോ. തിരിച്ചത് കമൻറ്റായി എഴുതി കൊടുക്കുമ്പോഴും മനസ്സിലാവുന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് നമ്മൾ കാര്യങ്ങളൊന്ന് പറയുമ്പോഴാണ് എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ എന്തായാലും ഇന്നത്തെ കലാപരിപാടികളിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ചായക്ക് കടി ഇതാ ദോശയും ചെറുപയർ കറിയും തന്നെ. എന്നും ഇതന്നെയാണോ ഉമ്മച്ചിയേ എന്നൊക്കെ ചിലപ്പോൾ എന്നോട് ചോദിക്കും. പിന്നെ ഇപ്പോൾ എളുപ്പത്തിനുള്ളത് എന്താണോ ചിലപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ എന്താ ഇപ്പോൾ ചായക്ക് കടി ഉണ്ടാക്കുക, വേഗം കുറച്ച് അരി എടുത്ത് അങ്ങോട്ട് വെള്ളത്തിലിടും, നാളെ ഓട്ടട ഉണ്ടാക്കുക. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഓട്ടടക്ക് ഇപ്പോൾ എന്തായാലും തേങ്ങ വേണം. അപ്പോൾ തേങ്ങ ഉണ്ടായിട്ടില്ല കേട്ടോ. എന്നാൽ പിന്നെ ഇന്ന് ദോശ തന്നെ അങ്ങോട്ട് ചുടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ പിന്നെ ദോശക്കുള്ള കറി ചെറുപയറാണ്. ചെറുപയറും രാത്രി പറയുമ്പോൾ തന്നെ ഞാൻ വെള്ളത്തിലിടാൻ മറന്നു കേട്ടോ. ചെറുപയർ ഞാൻ വെള്ളത്തിൽ ഇടുക തന്നെയല്ല, രാവിലെ അങ്ങനെ കുക്കറിലേക്ക് അങ്ങോട്ട് ഇടും. കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കലാണ് കേട്ടോ. അപ്പോൾ ചെറുപയറിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ചെറിയൊരു കഷ്ണം ഉള്ളിയും പച്ചമുളകൊക്കെ ചോന്ന് പോയതുകൊണ്ട് ചുവന്ന മുളകൊക്കെ മുറിച്ചിട്ടാണ്. പിന്നെ അതിലേക്ക് ഒരു കയ്യിൽ വെച്ച് കൊടുത്തത് ആ ഒരു വെള്ളം കുറച്ച് കൂടുതൽ ഒഴിക്കണേ കൊണ്ട് വല്ലാണ്ട് ചിന്തി കുക്കറിൻ്റെ മേലെ കൂടെ അങ്ങോട്ട് ചീറ്റി എരപ്പാവണ്ട വിചാരിച്ചിട്ടേ ആണ് കേട്ടോ ആ ഒരു കയ്യിൽ ഇട്ട് കൊടുത്തത്. അത് ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് എന്താണ് കുക്കറിൻ്റെ മേലെ കൂടെ ഫുള്ളും അങ്ങോട്ട് എരപ്പാവണ ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ. സംഭവം യൂസ്ഫുൾ തന്നെയാണ്. പിന്നെ ഞാൻ ആരോ ഇതുപോലെ വീഡിയോയിലായിട്ട് പറയുന്നത് കേട്ടിട്ടായിരുന്നു ഞാനും അതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് നല്ല സക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, മൊത്തത്തിലൊന്ന് വെള്ളം ഇതാവാതെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് അല്ലാത്ത സമയത്ത് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളും ഗ്യാസിൻ്റെ അടുത്തൊക്കെ ഫുള്ളും ആ ഒരു മഞ്ഞപ്പൊടീൻ്റെ ഒക്കെ ആ ഒരു വെള്ളം അങ്ങോട്ട് ഒലിച്ച് ആകെ അരപ്പാവലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ ഒരു കയ്യിലിട്ട് കൊടുത്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇതാവുന്ന ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് വേവിച്ചിട്ട് ഞാൻ അതൊന്ന് ഇറക്കി വെച്ചിട്ടുണ്ടായി. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ദോശക്കുള്ള മാവ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ചെറുപയർ കറി എൻ്റെത് നന്നായിട്ടേ ഇല്ലേനി കേട്ടോ. സാധാരണ ഞാൻ ഉണ്ടാക്കണ പോലെ ആയിട്ടില്ല കേട്ടോ. എന്താണാവോ, ചിലപ്പോൾ അങ്ങനെയാണല്ലേ, നമ്മൾ എപ്പോൾ ഒരേ രീതിയിൽ തന്നെ അല്ലെങ്കിൽ ഒരേപോലെ ഉണ്ടാക്കുന്ന സാധനം തന്നെ ആയിരിക്കും. പക്ഷെ ചിലപ്പോൾ ആ ഒരു സാധാരണ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടൂല അല്ലേ. ഇന്ന് എൻ്റെത് അങ്ങനെയാണ് കേട്ടോ. ആർക്കും ഇന്നത്തെ എൻ്റെ ചെറുപയർ കറിയും ഇഷ്ടപ്പെട്ടിട്ടില്ലേനു, എനിക്കും ഇഷ്ടപ്പെട്ടില്ലേനു കേട്ടോ. ഞാനാണെങ്കിൽ കുറച്ച് അധികം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണാവോ പറ്റിയത്. സാധാരണ ആക്കുമ്പോൾ തന്നെ ചെറിയുള്ളിയൊക്കെ വറവിട്ടിട്ടൊക്കെ തന്നെയായിരുന്നു ഉണ്ടാക്കിയത്. പക്ഷേ എന്തോ ഇന്ന് ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നലുണ്ടോ? നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണേലും ഇന്ന് എന്തോ ഒരു ശരിയായില്ല എന്ന് ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നൂലേ. എനിക്ക് ഇന്ന് അങ്ങനെ ചെറുപയർ കറി തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും പിന്നെ എല്ലാവരും അതൊക്കെ കൂട്ടിയിട്ട് തന്നെ ചായ കുടിച്ചത്. തീരെ കൊണമില്ല എന്നല്ല, എന്നാലും ഞമ്മക്കൊരു മനസ്സിനൊരിതുണ്ടാവുമല്ലോ,
സാധാരണ ഉണ്ടാക്കുന്ന ആ ഒരു ഇത് കിട്ടിയില്ലാന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതാ മാവൊക്കെ ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ടായില്ലേ. അപ്പോൾ ഇതാ ദോശ ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഇതാണ് ഒരടുപ്പത്ത് ചായക്കുള്ള വെള്ളവും വെച്ച് കൊടുത്തിട്ടുണ്ട്. ദോശ ചുടുന്നതും ചട്ടിയിൽ ഒഴിക്കുന്നതൊക്കെ എടുക്കണം എന്നുള്ള പൂതിയൊക്കെ എനിക്കുണ്ട്. പക്ഷേ ആ അപ്പുറത്തെ അടുപ്പിൽ ആണ് ഞാൻ ദോശക്കല്ല് വെക്കുക, കുറച്ച് ആ വലിയ അടുപ്പിൽ. അപ്പോൾ അതിൻ്റെ അടുത്ത് ക്യാമറ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ, ഭയങ്കര ഇരുട്ട് പോലെ ആയിരിക്കും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് അങ്ങനെ കാണിക്കാത്തത്. ചായൻ്റെ വെള്ളം ഇപ്പുറത്തും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഒരുത്തന് ഇതാ എണീച്ച് വന്നിക്കണം കേട്ടോ, എണീച്ച് വരികയാണ്. ഒരു ദോശ പാർന്ന് അവിടെ നിൽക്കുമ്പോഴാണ് ഉമ്മച്ചി എന്താ ചുടണേന്ന് ചോദിച്ചിട്ടുണ്ട് എണീച്ച് വരുന്നത്. അപ്പോൾ അതാ അതിനെ എടുത്ത് കൊണ്ടുവന്നിരുന്നു. ഇന്ന് എല്ലാത്തിനെയും സെറ്ററിലൊക്കെ മൂടി പുതപ്പിച്ച് ഞാൻ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇവനക്ക് ഞാൻ പിന്നെ എപ്പോഴും തണുപ്പായാൽ ഞാൻ ഇട്ട് കൊടുക്കലുണ്ട്. എന്താ വെച്ചാൽ പുതപ്പ് വയ്ക്കൂല, നമ്മൾ എത്ര പുതച്ച് കൊടുത്താലും അത് ഫുള്ളും തട്ടി താഴെ ഇടും. അതുകൊണ്ട് പിന്നെ ഞാൻ ഓന് സെറ്റർ ഇട്ട് കൊടുക്കും. അപ്പോൾ എന്നാലും അഥവാ ഇനിയിപ്പോൾ തട്ടിക്കളഞ്ഞാലും പിന്നെ എന്താ പറയുക, വല്ലാണ്ട് തണുപ്പ് കൊള്ളൂലല്ലോ. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു ഷെഡിൽ ഭയങ്കര തണുപ്പാണ്. അതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത്, തണുപ്പ് വന്നാൽ നല്ല പെരും തണുപ്പും ചൂട് വന്നാൽ പെരും ചൂടാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഓനെ മെല്ലെ കുറച്ച് നേരമൊക്കെ ഒന്ന് കളിപ്പിച്ച് സോപ്പിട്ട് മെല്ലെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഒന്ന് എണീച്ച് വന്നാലും ഓനൊന്ന് എടുക്കണം, ഓനൊന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് മാനേജ് ചെയ്തൊക്കെ കഴിഞ്ഞാലേ ഓൻ അവിടെ അങ്ങോട്ട് ഉഷാറിൽ ഇരുന്നോളൂ കേട്ടോ. ഇനിയിപ്പോൾ ഓൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ഒരു ദോശയൊക്കെ അങ്ങോട്ട് കൊടുത്താൽ ചിലപ്പോൾ അതും കഴിച്ചിട്ട് അങ്ങനെ ഇരുന്നോളും. വേറെ വലിയ അലമ്പൊന്നുമില്ല. അപ്പോൾ അത് അവിടെ അങ്ങനെ ഒതുങ്ങി ഇരിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ എൻ്റെ പണികൾ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ തന്നെ മക്കളൊക്കെ മദ്രസ വിട്ട് വന്നിട്ട് ഓരോ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇക്കയും മക്കളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരൊക്കെ പോയതിൻ്റെ ശേഷമാണ് ഞാൻ ചായ കുടിക്കാനിരിക്കുന്നത്. എനിക്ക് അതിൻ്റെയൊക്കെ ഇടയിലിരുന്ന് കുടിച്ചാൽ എനിക്കൊരു സമാധാനം കിട്ടൂല കേട്ടോ. എല്ലാം ഒന്ന് സ്വസ്ഥമായി ഒന്ന് റാഹത്തായി ഇരുന്നിട്ടൊക്കെ കുടിച്ചാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാനും വേഗം ചായയൊക്കെ കുടിച്ചു. പിന്നെ ഞാനും നാസിമോനും കൂടെ, മക്കളൊക്കെ പോയിന്, ഞങ്ങൾ രണ്ടാളും തന്നെയാണ് ഇനിയിപ്പം എന്നത്തെയും പോലെ ഉള്ളത്. അപ്പം നമ്മളവിടെ ചേദിയുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ഓനെയും കൊണ്ട് ഞാൻ അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഇരുത്തത്തിലാണ് കേട്ടോ നമ്മളെ തൊട്ട് താഴെയുള്ള താത്ത ഒരു നാട്ടിൽ പോയതാണ്. അപ്പോൾ അവിടെ ആടുണ്ട്. അപ്പോൾ ഒരു ആടിനൊന്ന് പുല്ലിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ ഇരുന്നപ്പോഴാണ് കേട്ടോ എനിക്കത് ഓർമ്മ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും നാസിമോനും കൂടെ പോയി അതൊക്കെ ഒന്ന് ആടിനുള്ള പുല്ലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വന്നിട്ടുണ്ടായി. പിന്നെ അകത്ത് കയറുന്നതിന് മുമ്പ് തന്നെ കുറേ ചകിരിയും ചിരട്ടയൊക്കെ പണ്ടെങ്ങാനും കൊണ്ടുപോയി ചാക്കിലാക്കി വെച്ചതേനു. കുറേ മഴയും കൊണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴൊക്കെ കുറച്ച് നല്ല വെയിലുള്ളൊരു സമയമായിനല്ലോ, നല്ലൊരു വെയിലെല്ലാം നല്ലോണം അറച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മുറ്റത്തൊന്ന് ചിക്കി ഇട്ടതാണ് കേട്ടോ. എന്നാൽ പിന്നെ രാവിലെ ആ ഒരു തീ കത്തിക്കുമ്പോഴേ ചകിരിയും ചിരട്ടയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ പിന്നെ വിറകിൻ്റെ ആവശ്യം അങ്ങനെ വരില്ലല്ലോ. ഒരു കൊള്ളി വിറകും അങ്ങോട്ട് വെച്ച് ബാക്കി ഈ ഒരു ചകിരിയും ചിരട്ട തന്നെയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുക വെള്ളം ചൂടാവാൻ. അപ്പം അതൊക്കെ ഒന്ന് വെയിലത്ത് ഇട്ടിട്ട് അകത്ത് കയറാമെന്ന് വിചാരിച്ച്. എനിക്കുണ്ട് കേട്ടോ എപ്പോഴും ചായ കുടി കഴിഞ്ഞാൽ ഈ ഒരു ചേദീൻ്റെ അവിടെ അങ്ങോട്ട് വന്നിരുന്നാൽ പിന്നെ ഫോണും കൂടെ കയ്യിലേറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ അന്ന് എൻ്റെ പണികൾ തീരൂല കേട്ടോ. അങ്ങനെ ആ ഒരു പണിയൊന്നും എടുക്കാണ്ട് ചിലപ്പോൾ ഉണ്ട് ആ ഇരുത്തത്തിനൊരു ഭയങ്കര ഒരു സുഖമായിരിക്കും. ഈ ഇടയായിട്ടാണ് കേട്ടോ എനിക്ക് ആ ഒരു ഇരുത്തം തുടങ്ങിയത്. എന്താന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ എന്താ പറയുക വേഗം പണി തീർക്കാനുള്ള മൂഡില്ലാത്ത. ആദ്യം ഞാൻ ബിഗ് ബോസ് ഉണ്ടായിരുന്ന സമയത്ത് പകൽ 12 മണിക്ക് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് അത് കാണണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം പണി തീർക്കഴിഞ്ഞു കേട്ടോ. രാത്രി ഇക്ക വെക്കാൻ സമ്മതിക്കൂല, ഇക്ക വെക്കൂല രാത്രി. ഇക്കാക്ക് വാർത്ത കാണണം, കളി കാണണം, അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ രാത്രി വെക്കൂല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ പകലാണ് കാണുക ഞാൻ. അപ്പോൾ അത് കാണണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം പണികൾ തീർക്കലേനു. ഇപ്പോൾ പിന്നെ ബിഗ് ബോസ് കഴിഞ്ഞ് ഫൈനലും ഒക്കെ കഴിഞ്ഞല്ലോ, അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. വേഗം ഒന്ന് അങ്ങനെ അങ്ങോട്ട് എടുക്കാൻ ഇപ്പോൾ കുറച്ച് നേരം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ തോന്നും. പക്ഷെ എന്നാലും എനിക്ക് അങ്ങനെ പണികൾ തീർക്കാതെ ഇരിക്കുന്നത് തീരെ ഇഷ്ടമല്ല കേട്ടോ. എടുക്കാനുള്ള പണികൾ വേഗം എടുക്കുക, എന്നിട്ട് ഒരു ഭാഗത്ത് ഇരിക്കുക, അല്ലെങ്കിൽ വേണേൽ നാസിമോൻ ഉറങ്ങുകയാണെങ്കിൽ കുറച്ച് നേരം ഓൻ്റെ അടുത്ത് പോയി കിടക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ. അപ്പം പിന്നെ അവിടുന്ന് അങ്ങോട്ട് വന്നു. പിന്നെ ഇതാ വേഗം അകമൊക്കെ ഒന്ന് വൃത്തിയാക്കി മൊത്തത്തിൽ ഒന്ന് അടിച്ചു വാരിയൊക്കെ എടുത്ത് അടുക്കളയിലെത്തിയാണ്. തുടക്കണതിൻ്റെ മുന്നേ പിന്നെ പാത്രം കഴുകിയിട്ടേ ഞാൻ പിന്നെ തുടക്കലും ബാക്കിയുള്ള പരിപാടിയൊക്കെ നിൽക്കലുള്ളൂ. അപ്പോൾ ഒന്ന് പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. പിന്നെ ഇന്നത്തെ വീഡിയോയിലേ നമ്മളെ ഈ ഒരു വീട് ജസ്റ്റ് ഒന്ന് മൊത്തം ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ മുന്നേ ഒരു ചെറിയ ഹോം ടൂറായിട്ട് നമ്മളെ വീഡിയോൻ്റെ വീടിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കാണാത്ത ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ പുതിയ കുറേ കൂട്ടുകാർ അല്ലെങ്കിൽ ആളുകൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമുക്ക് സപ്പോർട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കമൻറ്റിലൂടെ ഇങ്ങനെ ചോദിക്കുന്നതാണ്, നിങ്ങളെ വീട് ഒന്ന് മുഴുവനായിട്ട് കാണിക്കുമോ, അല്ലെങ്കിൽ വീടിന് എത്ര പൈസ
പൈസ ആയത് ഒക്കെ ഒന്ന് ചോദിക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അപ്പോൾ പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്തായിരുന്ന ആൾക്കാരല്ലേ, അപ്പോൾ അവർ ചോദിക്കുമ്പോൾ അത് ചെയ്യാതിരിക്കുന്നതൊരു ശരിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഷെഡ്. നമ്മളിവിടെ കൂടിയിട്ട് ഒരു 7 വർഷമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാ മുന്നിൽ ഒരു ചെറിയൊരു ചേദിയുണ്ട്. പിന്നെ എൻ്റെ ചെടികൾ ഇതാ ഞാനിവിടെ കൂടിയ സമയത്ത് കൊണ്ടുവന്ന് വെച്ച ചെടികളാണ് കേട്ടോ അത്. അപ്പോൾ അതൊക്കെ ഇപ്പോഴും നനച്ചൊക്കെ കൊടുത്ത് അങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട്. കുറേയൊക്കെ നാശമായി പോയിനി, ബാക്കിയുള്ളതൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ. പിന്നെ ആ ഒരു ചേദിയുമ്പോൾ ഇതാ നേരെ ഇങ്ങോട്ടാണ് കയറുന്നത്. ഒരു നടുവിലകം പോലെ അങ്ങനെ ഉള്ളത് കേട്ടോ. പിന്നെ അവിടെ നിന്നാണ് ഒരു റൂം ഉള്ളത്. പിന്നെ മക്കൾ കിടക്കുന്ന റൂമാണ് ഇവിടെ. ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ പറഞ്ഞു പോവണേ ഉള്ളൂ, കാരണം നമ്മൾ ഒരു വട്ടം കാണിച്ചതാണല്ലോ. അത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് മാത്രം കാണിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ അടുക്കളേൻ്റെ ഇങ്ങോട്ട് വന്നിട്ട് അവിടെയാണ് ഒരു റൂമുള്ളത്. നാസിമോനെ ഉറക്കിയിട്ടൊക്കെയാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഓന് ഉറങ്ങീണ്. ഇവിടെ ചെറിയ ചെറുതല്ല, ഒരു ചെറിയ കട്ടിലും കൂടെ അവിടെ ഇട്ടിട്ടുണ്ട്. നമ്മളന്ന് മീനങ്ങാടിയിൽ നിന്ന് ഉപ്പച്ചീൻ്റെ അവിടെ നിന്ന് കൊടുന്നത് കേട്ടോ. അപ്പം ഈ ഒരു അടുക്കളേൻ്റെ അവിടെയാണ് ആ ഒരു റൂമുള്ളത്. മറ്റേ റൂം അപ്പുറത്ത് നമ്മൾ കയറുന്ന അവിടെ തന്നെയാണുള്ളത്. പിന്നെ ഇതാണ് ഇത് പിന്നെ നിങ്ങൾ എപ്പോഴും കാണുന്നുണ്ടാവും അടുക്കള. അടുക്കള എന്താ പറയുക, വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് അടുക്കള തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതാണ് നമ്മളെ വീട്ടമ്മമാരെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത് അടുക്കളയാണല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ അടുക്കള. പിന്നെ ഉള്ളതിനെ ഞാൻ നല്ല കുറച്ചൊന്ന് ഒതുക്കി പെറുക്കിയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താണ്, എനിക്ക് മൊത്തത്തിൽ അങ്ങനെ വാരി വലിച്ചിടുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. ഓരോ സാധനങ്ങൾക്കും ഓരോരോ സ്ഥലം കണ്ടെത്തി അതിനൊക്കെ അവിടെ തന്നെ വെച്ച് നല്ല അങ്ങനെ വൃത്തിയാക്കി ഒതുക്കി വെക്കുന്ന അങ്ങനെ ഒരു ഇതാണ്. ഒന്നും വലിച്ചു വാരി ഇടുന്നത് എനിക്ക് ഇഷ്ടേ ഇല്ല കേട്ടോ. കുട്ടികളാണെങ്കിലും ഓരോരു സാധനം വലിച്ചു വാരി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഓരെ കൊണ്ട് തന്നെ എടുത്ത് വെപ്പിക്കണ ഒരു ശീലമൊക്കെ ഞാൻ ചെയ്യലുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ആ ഒരു തന്നെ ഓർക്കും ഉണ്ടാവുമല്ലോ. പിന്നെ അതാ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പുറത്ത് ഇതിങ്ങനെ കെട്ടണം എന്നൊന്നും വിചാരിച്ചില്ല. വെറുതെ ഒരു അടുപ്പ് മാത്രം അവിടെ അങ്ങനെ ഇട്ടതേനു. പിന്നെ അത് ചെറുതായിട്ട് ഷീറ്റൊക്കെ വെച്ച് അങ്ങനെ മറിച്ചിട്ട് അങ്ങനെ എടുത്ത്, പിന്നെ പാത്രം കഴുകാൻ ഇതാ നമ്മൾ കമ്പി ബെൽറ്റ് ചെയ്തിട്ട് ഒരു ചെറിയൊരു വാഷ് ബേസൊക്കെ കൊടുത്തിട്ട് അങ്ങനെ വെച്ചതേനി കേട്ടോ. അപ്പോൾ ഇതാണ് അടുപ്പും ചെറിയൊരു ഇതൊക്കെ ഉള്ള ഒരു അടുക്കളയും കൂടെ ഇതാണ്. പിന്നെ പുറത്തേക്കുള്ള വാതിൽ ഇത് അപ്പുറത്താണ്. അവിടെ പിന്നെ ഞാൻ അങ്ങനെ കാണിക്കലില്ല കേട്ടോ. പിന്നെ എന്താണ്, ഇത് നമ്മളെ മുന്നിൽ നല്ല വിശാലമായ മുറ്റമൊക്കെ ഉണ്ട് നമുക്ക്. പിന്നെ തുണികളൊക്കെ ഞാൻ നേരത്തെ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ തുണികളൊക്കെ തിരുമ്പി ആറിയിട്ടിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നമ്മളെ വീടിൻ്റെതേ ഒന്ന് കാണിക്കുമോ എന്ന് ചോദിച്ച കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.